അങ്ങനെ ഇക്കൊല്ലം കല്ലട ജലോത്സവം 28ാം ഓണനാളിൽ നടക്കും. ഇരുപത്തെട്ടാം ഓണനാളിൽ ജനകീയമായി കല്ലട ജലോത്സവം നടത്തുമെന്ന് ജലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ കുണ്ടറയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ വരവോടെ ജലോത്സവത്തിന്റെ ജനകീയ സ്വഭാവം നഷ്ടപ്പെട്ട കല്ലട ജലോത്സവത്തെ തിരികെ കൊണ്ടുവരാനാണ് ശ്രമം. മൺട്രോത്തുരുത്ത്, കിഴക്കേക്കല്ലട, പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ദേശീയോത്സവമാണ് കല്ലട വള്ളംകളി. ഒരു വാഴക്കുലയ്ക്കായി തുടങ്ങിയ മത്സരം കഴിഞ്ഞ 50 വർഷങ്ങളായി നാട്ടുകാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ലഹരിയാണ്. CBL തുടങ്ങിയതോടെ നാട്ടുകാരുടെ പങ്കാളിത്തം ഇല്ലാതായി. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ ജലോത്സവ നടത്തിപ്പിനായി വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിലെ വലിയ ജനപങ്കാളിത്തം കമ്മിറ്റി ഭാരവാഹികൾക്ക് ആവേശമായെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഏറ്റെടുത്തതിന് ശേഷം മുടങ്ങിക്കിടക്കുകയാണ്. കല്ലടയിലെ ജനങ്ങളുടെ ഉത്സവവും തെക്കൻ കേരളത്തിലെ പ്രസിദ്ധവുമായ 28ാം ഓണനാളിലെ ജലോത്സവം മൺട്രോത്തുരുത്ത്, കിഴക്കേക്കല്ലട, പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ 22/9/2024 മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി സൂര്യകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ തദ്ദേശവാസികളുടെ യോഗം തീരുമാനിച്ചു. കല്ലടയാറ്റിലെ മുതിരപ്പറമ്പ് കാരത്തരക്കടവ് നെട്ടായത്തിൽ ജലോത്സവം ഒക്ടോബർ 12-നാണ് നടത്തുന്നത്. പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബോട്ട് ക്ലബ്ബുകളുടെയും വള്ളംകളി പ്രേമികളുടെയും മുഴുവൻ ഭാരവാഹികളുടെയും സംയുക്ത യോഗത്തിൽ വെച്ചാണ് 28ാം ഓണനാളിലെ വള്ളംകളി പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ CBL വള്ളംകളി ഏറ്റെടുത്തതിന് ശേഷം വള്ളംകളിയുമായി യാതൊരു ബന്ധവും കല്ലടയാറ്റിലെ ജനങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയായി. മേൽപ്പടി സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മൺട്രോത്തുരുത്ത്, കിഴക്കേക്കല്ലട, പടിഞ്ഞാറേക്കല്ലട കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യ രക്ഷാധികാരിയായും കോവൂർ കുഞ്ഞുമോൻ MLA രക്ഷാധികാരിയായും ജലോത്സവ കമ്മിറ്റി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ഉൾപ്പെട്ട ജലോത്സവ കമ്മിറ്റി രൂപീകരിച്ചു. ഇരുട്ടുകുത്തി AB, വെപ്പ് AB വള്ളങ്ങളുടെ മത്സരമാവും നടത്തുക. 16 കളിവള്ളങ്ങളും അലങ്കാര വള്ളങ്ങളും വനിതകൾ തുഴയുന്ന വള്ളങ്ങളും മത്സരത്തിൽ പങ്കെടുക്കും. കല്ലടയാറ്റിന്റെ തീരത്ത് കാരുത്രക്കടവിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സന്ധ്യയും സംഘടിപ്പിക്കും. ജലോത്സവം സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും ഉണർവാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ, വൈസ് പ്രസിഡന്റ് അനീറ്റ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആറ്റുപുറം സുരേഷ്, മായ നെപ്പോളിയൻ, ജലോത്സവ കമ്മിറ്റി അംഗങ്ങളായ S സന്തോഷ് കുമാർ, സജിത്ത് ശിങ്കാരപ്പള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.